അപ്പോൾ നമ്മുടെ ഗൗണിൻ്റെ ഫസ്റ്റ് പോർഷൻ, അതായത് ഡ്രാഫ്റ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഡ്രാഫ്റ്റിംഗ് ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത്. അതായത് ചെസ്റ്റ് പോർഷൻ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇവിടെ നമുക്ക് 2 ഡാർട്ട് വരുന്നുണ്ട്. പിന്നെ ബോട്ട് നെക്കാണ് വരുന്നത്. അതുപോലെ ഇവിടെ ഒരു സ്വീറ്റ് ഹാർട്ട് നെക്ക് ലൈൻ വരുന്നുണ്ട്. ഇത്രയും ഭാഗം ട്രാൻസ്പെറൻറ്റ് നെക്ക് ലൈനാണ്. ഇവിടെ ഒരു സ്വീറ്റ് ഹാർട്ട് നെക്ക് ലൈൻ, അതിന് ഒന്ന് മാർക്ക് ചെയ്യണം. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ടിങ്ങിലോട്ട് കിടക്കാം. ഇത് നമ്മുടെ ബോർഡേഴ്സ് റെഡി ആയിട്ടുണ്ട്. ബോർഡേഴ്സ് പാർട്ട് റെഡിയാക്കി. ഇനി താഴത്തെ പോർഷൻ റെഡിയാക്കാനുണ്ട്. ഇവിടെ ഞാൻ ബക്രം വെച്ചിട്ടുണ്ട്, സ്റ്റിഫ് വെച്ചിട്ടുണ്ട്. കാരണം കപ്പ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റിഫ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരു ലുക്ക്. ഇനിയും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ജസ്റ്റ് ഒന്ന് എല്ലാം പക്കയാണോ എന്ന് നോക്കാനായിട്ട് നോക്കിയതാണ്. രണ്ട് ദിവസം എടുത്തു ആപ്ലിക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ആപ്ലിക്ക് ചെയ്ത് വെക്കാനുള്ളത്, അതായത് ഡ്രസ്സിലോട്ട് ഉപയോഗിക്കാനുള്ളത് കട്ട് ചെയ്തെടുക്കാനായിട്ട് 2 ദിവസം സോൾഡറിങ് ഹാൻ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. വലിയൊരു പീസ് നമ്മൾ സ്കാലപ്പിങ്ങിന് വേണ്ടിയിട്ട് താഴത്തെ 2 പോർഷൻ അല്ലാണ്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് പോരാണ്ട് ഇതിങ്ങനെ കട്ട് ചെയ്തു. ഇനി ആവശ്യത്തിന് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഡ്രസ്സിലോട്ട് വെച്ച് പിടിപ്പിക്കുക ചെയ്യുന്നത്. അപ്പം 2 ഡേയ്സ് ഇതിന് പോയിട്ടുണ്ട്. ആപ്ലിക് മൊത്തം കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് ഇനിയിപ്പം ഈ ഒരു ഡ്രസ്സിൻ്റെ താഴത്തെ പോർഷൻ ഉണ്ടല്ലോ, താഴത്തെ പോർഷനിൽ നമ്മൾ സ്കാലപ്പിംഗ് പോലെ നമുക്ക് ഈ ആപ്ലിക്ക് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ അതാണ് ഈ ചെയ്ത് വെച്ചേക്കുന്നത്. അതായത് നമ്മുടെ മെയിൻ നെറ്റിൽ നിന്ന് നമ്മൾ ഇങ്ങനെ താഴത്തെ പോർഷൻ നമ്മളിങ്ങനെ മുറിച്ച് എടുത്തേക്കുക. അപ്പം അത് പിന്നെ യൂസ് ചെയ്തിട്ട് ഈ താഴത്തെ പോർഷനിൽ മൊത്തം ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇത് തയ്ച്ചു പിടിപ്പിക്കണം. ഇത് ഇൻ പ്ലേസ് മുകളിലും താഴെയൊക്കെ ഇതിങ്ങനെ പോവാത്ത രീതിയിൽ തയ്ച്ചു പിടിപ്പിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പം ഇനി അതാണ് ചെയ്യേണ്ടത്. നമ്മൾ ഈ താഴത്തെ പോർഷൻ തയ്ച്ചു കഴിഞ്ഞു. ഇനിയിപ്പം ഈ ഒരു ഫ്ലാപ്പുണ്ട്. ആ ഒരു ഫ്ലാപ്പിൽ നമുക്ക് ചെറിയ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വരത്തക്ക രീതിയിൽ ചെയ്യാനുണ്ട്. അപ്പം ഈ ഒരു ഭാഗം കുറച്ചും കൂടെ ഒന്ന് കയറ്റി എടുത്തിട്ട് അത് വെച്ചിട്ട് ബാക്കി ചെയ്യണം. ഇത് ഞാനിപ്പം സ്ലീവ്സിൽ ആപ്ലിക്ക് മൊട്ടുസൂചി എല്ലാം കുത്തി ഒട്ടിച്ച് വെച്ചേക്കുക, ഫിക്സ് ചെയ്ത് വെച്ചേക്കുക സ്ലീവിൽ. കണ്ടോ,
രണ്ട് സൈഡിലും. ഓക്കെ, അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് തയ്ച്ച് പിടിപ്പിച്ചതിന് ശേഷമുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഇതുപോലെ ഇനി ഈ ഒരു സൈഡും ഇപ്പം ആപ്ലിക്ക് വെച്ച് പിടിപ്പിച്ചേക്കുക, പൊസിഷൻ ചെയ്തേക്കുക. ഇനി അത് നമുക്ക് സ്ലീവിലോട്ട് തയ്ച്ച് വയ്ക്കണം. ഇതാണ് ടോപ്പ് പോർഷൻ. നമ്മൾ എന്താണ് ആപ്ലിക്കെല്ലാം സെറ്റ് ചെയ്തേക്കുവാണ് മുട്ട് സൂചി വെച്ചിട്ട്. ഇനി ഇത് നമ്മൾ തയ്ച്ചെടുക്കണം. ഈ ഒരു പോർഷനിലാണ് ചെയ്തേക്കുന്നത്. ബാക്ക് സൈഡൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ഈ ഒരു ടോപ്പ് പോർഷൻ ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോവാം. ഇത് കംപ്ലീറ്റ് ആയി. ഇതിനകത്ത് ഞാൻ ക്യാൻ്റെ കുറച്ച് തുണി വെച്ചേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ എക്സ്പാൻഡ് ആയിട്ട് നിൽക്കുന്നത്. ഈ ഒരു ഭാഗം നമ്മൾ കൈകൊണ്ട് തയ്ച്ചാണ്. പിന്നെ ഈ ഒരു പോർഷൻ നമ്മൾ ഈ ഫ്ലാപ്പ് കൈകൊണ്ട് തയ്ച്ചിട്ടുണ്ട്. കൈകൊണ്ട് തയ്ച്ച് തീർക്കുകയാണ്. ഇനി ഈ ഭാഗങ്ങളെല്ലാം നമുക്ക് കൈകൊണ്ട് തയ്ച്ചെടുക്കണം. ഇവിടെ ഇപ്പം ഇതിൻ്റെ അടിവശത്ത് ഈ ഭാഗത്ത് വേണ്ട ഇവിടെ എല്ലാം തയ്ച്ചു. ഇനി ഇതെല്ലാം തയ്ക്കാനുണ്ട്. ഇവിടെ എല്ലാം തയ്ക്കാനുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുള്ളതെല്ലാം തയ്ക്കാനുള്ളതാണ്. ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. പിന്നെ ഇതിൻ്റെ ഫുൾ ലുക്കല്ലിത്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഞാൻ ക്യാൻ വെറുതെ ചുരുട്ടി വെച്ചേക്കാണ്. നമ്മൾ ക്യാൻ അതാ ചുരുട്ടി വെറുതെ വെച്ചേക്കുക, ഒരു ജസ്റ്റ് ഒരു പ്രൊജക്ഷന് വേണ്ടിയിട്ട് മാത്രം. അപ്പം ഇതാണ് ഇപ്പോഴത്തെ ഒരു ലുക്ക്. ഇവിടെ ഫുള്ള് ഇതിപ്പം ഈ ഭാഗത്തുനിന്ന് ഇത്ര ഇടം വരെ ഒരു ദിവസം കൊണ്ടാണ് നമുക്ക് തയ്ക്കാൻ പറ്റുന്നത്. ഇത് കൈകൊണ്ട് പിടിച്ച് പതുക്കെ തയ്ച്ചെടുക്കണം കൈകൊണ്ട്. അതാണ് ഇത്രയും ഭാഗം പതുക്കെ തയ്ച്ചെടുക്കേണ്ട കാര്യമാണ്. ഇത് എല്ലാ ദിവസവും ഞാനിപ്പോൾ ഇങ്ങനെ മൂടിയിടും. കാരണം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം തീർന്നു. പിന്നെ ഇവിടെ എല്ലാം മുത്ത് പിടിപ്പിച്ചു.
ഭാഗം കയ്യിൽ മുത്തൊക്കെ ചെയ്തു. പിന്നെ ഈ ഭാഗത്തും മുത്തൊക്കെ വെച്ചു. ഡ്രസ്സിൽ മുത്ത് വെച്ചു. ഇത് ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡിൽ ഇവിടെ ഇത്രയും ഭാഗത്താണ് മുത്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ബട്ടൺ വെച്ചിട്ടുണ്ട്. ഈ ചെറിയൊരു ഇത് വെച്ച് നമ്മൾ വെക്കാൻ ഭാഗത്തിന് ഒരു ഇലാസ്റ്റിക്. അത് കഴിഞ്ഞ് പിന്നെ ചെയ്തേക്കുന്നത് വെയിലാണ്. ഇത് 3 ലെയറാണ് വെയിൽ വരുന്നത്. 3 ലെയർ. താഴത്തെ പോർഷൻ ഫുൾ ലെയർ. പിന്നെ ഇവിടെ